ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്നൊരു നാടൻ കറി മാമ്പഴപ്പുളിശ്ശേരിയുടെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. നല്ല ടേസ്റ്റാണ്. മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയേണ്ട ഒന്നും ഒരു ആവശ്യമില്ല. പക്ഷേ ഇതിൽ നമ്മൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇതിപ്പോൾ ഇത്തിരി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഇരിക്കുന്നത്, ചൂടാറിയിട്ടില്ല. ഞാൻ കടുവറുത്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേഗം തുറന്നു. മോൾക്ക് ക്ലാസ്സിന് പോകാറായപ്പോൾ അത് എടുത്തു വേഗം. പക്ഷെ ഇതൊന്ന് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി ഒരു കട്ടിയായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ആവും. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പം മാക്സിമം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക കേട്ടോ. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഞാനിവിടെ സാധാ മാമ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് മാമ്പഴമായാലും കുഴപ്പമില്ല. പക്ഷേ ടേസ്റ്റ് കൂടുതൽ നമ്മൾ ആ ചെറിയ മാമ്പഴം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി ആഡ് ചെയ്യണത്. പിന്നെ 1 ടീസ്പൂൺ കല്ലുപ്പും. ഇത് ഞാൻ ശർക്കര ഉരുക്കി ഫ്രീസറിൽ വയ്ക്കാം, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ കല്ലില്ലാത്ത ശർക്കരയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ബെല്ലം ആഡ് ചെയ്ത് കൊടുക്കും. ഒരു ചെറിയൊരു പീസ് മതി കേട്ടോ. നമ്മുടെ മാമ്പഴത്തിന് മധുരമുള്ളതാണ്, എന്നാലും ഒരു മധുരം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വെക്കാട്ടെ. മാമ്പഴം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെന്തും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. നല്ല മധുരമുള്ള മാമ്പഴമാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ട് അങ്ങോട്ട് പോവരുത്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കിയും കൊടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ വെള്ളം ഉണ്ടെന്ന് വെച്ചാലും ഇതിൻ്റെ അടി ഇങ്ങനെ അനക്കാണ്ട് വയ്ക്കുമ്പോൾ ചട്ടിയിൽ പിടിച്ചിട്ട് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവണം നേരം കൊണ്ട് നമുക്ക് നാളികേരം ഒന്ന് ചെരുക്കി എടുക്കാം കേട്ടോ, അരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളികേരം ചെരുക്കി എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ കുറച്ചൊരു 1/2 ടീസ്പൂൺ കുരുമുളകും, ഒരു 1/2 ടീസ്പൂൺ അതിനെ ജീരകവും ഇട്ടിട്ട് നാളികേരം, ഒരു ചെറിയ നാളികേരത്തിൻ്റെ പകുതിയാണ്, നാളികേരം അത്ര അധികം വേണ്ട. അപ്പോൾ അതെടുത്തിട്ട് നന്നായി ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. നന്നായി അരയണം. അതിപ്പോൾ മോരുകറി വയ്ക്കാന്ന് വെച്ചാലും തൈര് ഒഴിച്ചിട്ട് വയ്ക്കുന്ന കറികളൊക്കെ നന്നായി അരയണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മുടെ മാമ്പഴമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ നെയ്യ് കേട്ടോ. ഒരു പ്രത്യേക മണമാണ് നമ്മുടെ കറിക്ക്, മണവും ആ ടേസ്റ്റും. അതും കൂടി ഒന്ന് ഒഴിച്ചെടുത്ത് മാമ്പഴം വെന്തതിന് ശേഷം കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള 1 ടീസ്പൂൺ കേട്ടോ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ, ജീരകവും കുരുമുളകും കൂടി അരച്ചതാണ്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇത്തിരി കട്ടിയിലാണ് അരച്ചെടുത്തത്. വെള്ളം ഇനിയിപ്പോൾ അഥവാ നമ്മുടെ മാമ്പഴത്തിൽ വെള്ളം കൂടുതലുണ്ടെങ്കിൽ അത് വറ്റിക്കാൻ നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത്തിരി കട്ടിയിലാണ് നാളികേരം അരച്ചെടുത്തത്. പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇത് നന്നായും തിളയ്ക്കണം. ഞാനിതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറന്നു. അപ്പോൾ മാമ്പഴം വേവിക്കുമ്പോൾ നിങ്ങൾക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കേണ്ടത്. നമ്മുടെ നാളികേരത്തിൻ്റെ ആ കുത്തൊക്കെ ഒന്ന് പോകണം കേട്ടോ. ആ കുരുമുളകിൻ്റെയും ജീരകവും അതിൻ്റെ ഒക്കെ ഒരു പച്ചക്കുത്തും ഉണ്ടാവില്ല, അതൊന്ന് തിളച്ച് വരുമ്പോൾ അതൊക്കെ പോവും. അപ്പം ഒന്ന് തിളക്കട്ടെ കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ഒന്നും കൂടി ഇളക്കി, നാളികേരം ഒഴിച്ചു കൊടുത്താലും ഇളക്കാൻ മറക്കരുത്. മാമ്പഴം ഒന്ന് അടി പിടിക്കാൻ, ചട്ടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കരിഞ്ഞ ഒരു ടേസ്റ്റ് വരാണ്ട് നോക്കണം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ നെയ്യ് ഒഴിച്ചാണ്ട് ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു മണമൊക്കെയാണ് ആ നേരത്ത് കേട്ടോ. പിന്നെ ഇനി ഞാനിവിടെ തൈരൊന്ന് എടുത്ത് വിസ്ക് വെച്ച് ഇങ്ങനെ ഉടച്ചെടുത്താൽ, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉടച്ചു എടുക്കുക. എങ്ങനെയായാലും സൗകര്യം പോലെ ചെയ്യുക കേട്ടോ. നമ്മൾ ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അത് ചെയ്യുക. അതും നാളികേരമൊക്കെ വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മോര് പോലെ ആയിട്ടുള്ള കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരിത്തിരി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഇരിക്കുകയാണെങ്കിൽ ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി ഇങ്ങനെ ചെറിയൊരു കട്ടിയിലാവും. മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറഞ്ഞപ്പോൾ കാളൻ്റെ കൺസിസ്റ്റൻസി അല്ലല്ലോ, ഇത്തിരി ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലല്ലേ ഇരിക്കേണ്ടത്. അപ്പം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്തിരിയും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മോര് ഒഴിച്ചതിന് ശേഷം ഫുൾ തീയിൽ വെക്കരുത്, തീ കുറച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മൾ മോര് ഒഴിച്ചു കൊടുക്കാൻ, അത് മറക്കരുത്. പിന്നെ അധികം തിളയ്ക്കാനും പാടില്ല, ജസ്റ്റ് ഒരു തിള വന്നാൽ മാത്രം മതി കേട്ടോ മോര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം. അത് ഞാൻ പറഞ്ഞ ആദ്യം നാളികേരം നന്നായി വെന്തതിന് ശേഷം മാത്രം മോര് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബബിൾസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ
ഏകദേശം മോരൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഉണ്ട്, എന്താ പറയുക, ടേസ്റ്റ് കൂട്ടാനുള്ള സാധനം. അത് ഞാൻ മോര് കറി വെക്കുമ്പോൾ എപ്പോഴും ആഡ് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ നെയ്യ് ആഡ് ചെയ്യാറില്ല കേട്ടോ. ഈ എന്താ പറയുക, ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ മോര് കറിക്ക് ഒരു പ്രത്യേക മണമാണ്. മാമ്പഴ പുളിശ്ശേരിക്ക് കുറച്ചും കൂടി ഒരു മണമാണെന്ന് തോന്നുന്നു എനിക്കത് ആഡ് ചെയ്തപ്പോൾ. ആ നെയ്യുടെയും ഇതിൻ്റെയൊക്കെ മണം വരുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ്. ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. അത് വറുത്ത് പൊടിച്ച് വെച്ച ഉലുവയാണ്, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചൂടായതുകൊണ്ട് ഇനി നമുക്ക് ഗ്യാസൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി അതൊന്ന് കടുക് വറുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. കടുക് വറുക്കാനായിട്ട് ഞാനിവിടെ ഒന്ന് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ച് കൊടുത്ത് ഓയിലൊന്നും കാച്ചല്ല കേട്ടോ, നമ്മളെ കറിയുടെ ടേസ്റ്റേ പോയി കിട്ടും. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളക് ഒരു 3-4, ഭയങ്കര എരിവില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 3 വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഭയങ്കര എരിവുണ്ടെങ്കിൽ പിന്നെ അളവ് കുറയ്ക്കാം കേട്ടോ വറ്റൽമുളകിന്. ഞാനിപ്പോൾ ഇതിൽ എന്താ പറയുക, പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല. മുളക് പൊടിയും കുരുമുളകിൻ്റെ മാത്രമേ എരിവുള്ളൂ. പിന്നെ മാമ്പഴ പുളിശ്ശേരിക്കൊന്നും അധികം എരിവിൻ്റെ ആവശ്യമില്ല. എന്നാലും ഒരു 3 വറ്റൽമുളകും ഒരു ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കണം. കുറച്ചിട്ടാൽ മതി കേട്ടോ. ഉലുവ നമ്മൾ പൊടിച്ചിട്ടതാണ്, അപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല മണാട്ടോ, നല്ല എന്താ പറയുക, ഒരു ചെറിയ മധുരവും പുളിയും എരിവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല ടേസ്റ്റോടുകൂടി ഉണ്ടാക്കാണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ അടച്ചൊന്ന് ഇരിക്കട്ടെ. കുറച്ച് നേരമൊക്കെ അടച്ച് വെച്ച് ഞാനൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ മോൾക്ക് ഗ്ലാസ്സിൽ കൊണ്ടുപോകണം, കാരണം വേഗം ഞാൻ തുറന്ന് ഇളക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി. എന്തായാലും നല്ല ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരി നമുക്ക് കിട്ടും. അപ്പോൾ പിന്നെ ആ ടേസ്റ്റ് കൂട്ടാനുള്ള നെയ്യും ഉലുവയും ഒക്കെ ആഡ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും എല്ലാവർക്കും, വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണമായിട്ട് ഇനി മുന്നോട്ട് പോകാൻ നമുക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.